ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ ഗൈഡൻസ് ആണ് എന്ന് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഇന്റൻസിറ്റി, മൈൻഡ്, സ്കിസോഫ്രീനിയ, ന്യൂ വെർഷൻ, മൊറാലിറ്റി, ഫ്ലവേഴ്സ്. ഒരു കാർഡ് കൂടെ എടുക്കാം. ഗൈഡൻസ് ബോട്ടം വന്നിട്ടുള്ളത് കണ്ടീഷനിങ് ആണ്. ഇനി നമുക്ക് ഗൈഡൻസും കൂടെ എടുക്കാം. ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എൽക്ക് ആൻഡ് ആഷ് സ്ട്രെങ്ത് ആണ്. റാം ആൻഡ് ഡാലിയ, ഡിറ്റർമിനേഷൻ. കൈമൻ ആൻഡ് പോപ്പിയാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നലെ എനിക്കൊരാൾ മെസ്സേജ് അയച്ചു, ബോട്ടം കാർഡ് പറഞ്ഞില്ലെന്ന്. ഞാൻ മറന്നുപോയിട്ടുണ്ടാവും കേട്ടോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ചില മെസ്സേജസ് അങ്ങനെയാണ്, നമ്മൾ കാർഡ് എടുത്താലും ചിലപ്പോൾ ആ കാർഡിൻ്റെ മെസ്സേജ് ചിലപ്പോൾ വരണം എന്നില്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ ഞാൻ വേറെ ഏതോ ഒരു റീഡിങ്ങിൽ ടാരോ പറഞ്ഞിട്ടേ ഇല്ല, ടാരോ എടുത്തിട്ട്. അപ്പം എനിക്ക് മെസ്സേജ് അയച്ചു, അയ്യോ മാഡം ഇന്ന് ടാരോ പറഞ്ഞില്ലല്ലോ എന്നപ്പോൾ എനിക്കത് തോന്നിയത് ചിലപ്പോൾ ആ മെസ്സേജസ് ഒന്നും വേണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. അല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ. ചിലപ്പോൾ ചില കാർഡ്സ് നമുക്ക് അത് മിസ്സാവുമായിരിക്കാം, അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. മനഃപൂർവ്വം ചെയ്യണമല്ല കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ഇന്ന് ആദ്യം വന്നിട്ടുള്ളത് കാർഡ് ഇന്റൻസിറ്റി ആണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഒരു ഫയർ എനർജിയാണ്. ഫയറാണ് അതിൽ കാണുന്നത്. നിങ്ങളുടെ ഉള്ളിൽ അടക്കി വെച്ച കുറേ കാര്യങ്ങൾ, അത് ചിലപ്പം ഇമോഷനാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി ആകാം. അങ്ങനെയുള്ള അടക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് പർപ്പസ് കണ്ടുപിടിക്കാൻ പോണ ഒരു സമയമാണ് കേട്ടോ. നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ അത് നമ്മൾ ബോധപൂർവ്വം ഉപയോഗിക്കണം. നമ്മുടെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് കുറേ അനുഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉണ്ട് കേട്ടോ. ഇത് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. കാരണം നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ചിലപ്പോൾ അത് ദൈവത്തിന് ഹിതമായിരിക്കണം എന്നുള്ളതല്ലായിരിക്കും. നമുക്ക് വേണ്ടത് മാത്രം നടത്താൻ നമ്മൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മളുടെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം പുറത്ത് കൊണ്ടുവരാനുള്ളൊരു സമയമാണിത്. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ മൈൻഡാണ് വന്നിട്ടുള്ളത്. ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളൊരു ഇത് കണ്ടില്ലേ, ഒരു പൂട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഇതില് നിങ്ങൾ തന്നെ ഒരു
ഒരു പ്രിസൺ ഉണ്ടാക്കി, ഒരു ജയിലിൽ നിങ്ങളെ തന്നെ ഇട്ടിരിക്കുന്നു. നിങ്ങള് അത് നിങ്ങളുടെ തന്നെ കുഴപ്പമാണ് കേട്ടോ, അത് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പഴയ ബിലീഫ് സിസ്റ്റം അതൊക്കെ മാറ്റേണ്ട സമയമാണ്. നിങ്ങളത് സോറി നിങ്ങളെ തന്നെ ഒരു ജയിലിലിട്ട് പൂട്ടിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുടുങ്ങി കിടക്കുന്നു, പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരു ഭയമാണ്, എല്ലാത്തിനും പേടി. ഒരാളോട് സംസാരിക്കാൻ പേടി, ഒരാളിനെ എതിർക്കാൻ പേടി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പേടി. അങ്ങനെ കുറെ ഫിയറിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ എനർജി നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ നിങ്ങളെ കൺട്രോൾ ചെയ്തോട്ടേ ഇരിക്കുന്നു, കളിപ്പിച്ചോണ്ടിരിക്കുന്നു. മനസ്സെന്ന് പറയുന്നത് കുരങ്ങനെ പോലെയാണ്, അറിയാലോ, അതൊരു സ്ഥലത്ത് നിൽക്കുകയില്ല, ഇങ്ങനെ ചാടി ചാടി കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓൾഡ് ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാനുള്ള സമയമായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ സ്കിസോഫ്രീനിയാണ് വന്നിട്ടുള്ളത്. ഇത് മനസ്സും ഹൃദയവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഈ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു ശരിക്കും ഒരു ഡിപ്രഷന്റെ ഒക്കെ ഒരു അങ്ങേറ്റത്തെ ഒരു ഫേസ് ആണ് കേട്ടോ. കാരണം മനസ്സിനും ഹൃദയത്തിനും ഒരുമിക്കാൻ പറ്റണില്ല. അപ്പോ ഇതില് നിങ്ങള് ഈ ഫിയർ കടന്ന് നിങ്ങൾ പുറത്തു വരണം എന്നുള്ളതാണ്. നമ്മൾ പേടി കുടുങ്ങിയിരിക്കുന്ന ആൾക്കാർ, മറ്റുള്ളവരെ പേടിയായിരിക്കാം, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് പേടിയായിരിക്കാം. ചിലപ്പോൾ പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്, എനിക്ക് എന്നെ പോലും വിശ്വാസമില്ല, എന്നെ പോലും പേടിയാണെന്ന്. കാരണം അടുത്ത നിമിഷം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം വിചാരിക്കും, തൊട്ടടുത്ത നിമിഷം നമ്മൾ പോലും ചിന്തിക്കാതെ, നമ്മൾ പോലും അറിയാതെ നമ്മൾ വേറൊരു കാര്യം നമ്മൾ പ്രവർത്തിക്കും. അത് ഇപ്പോൾ ഏകദേശം എല്ലാവരും അങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ വിചാരിക്കും ഒരു കാര്യം, അത് ചെയ്യരുത്, ഇനി അത് ചെയ്യൂല, ഇത് ചെയ്യൂല എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് നെക്സ്റ്റ് മൊമെന്റിൽ അത് ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടാത്ത സമയത്ത് നമ്മൾ അടുത്ത ഒരു കാര്യം നമ്മൾ ചെയ്യും. ചിന്തിക്കുന്നു എന്നുള്ളതല്ല, അത് ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാനല്ലേ ഇത് ചെയ്യൂലെന്ന് വിചാരിച്ചത്, പിന്നെ എന്തിനാണ് ഞാൻ ഈ കാര്യം ചെയ്തത്, അങ്ങനെയൊക്കെ ചിന്തിക്കാം. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുടെ എനർജിയാണിത്. കാരണം ഇത് മനസ്സിന്റെ കൺട്രോൾ പോയ ഒരു കാരണം ഇത് മൈൻഡും വന്നിട്ടുണ്ട്, ഈ സ്കിസോഫ്രീനിയും വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടെ ആവുമ്പം നിങ്ങളെ ആകെയിട്ട് കളിപ്പിക്കുന്നു എന്നാണ് കേട്ടാ. ഇതില് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത മനസ്സിങ്ങനെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ ബ്ലോക്ക്. നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ മനസ്സാണ്. അപ്പൊ അത് നിങ്ങൾ ഇന്ന് ആ റിയാലിറ്റിയിലേക്ക് നിങ്ങൾ വരണം കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് പ്രശ്നമെന്ന്. പിന്നെ അടുത്ത ന്യൂ വിഷനാണ്. ഇതൊരു അവേക്കണിങ്ങിന്റെ കാർഡാണ്. പഴയ ആ ഒരു ട്രോമ അതൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു പുതിയ വെർഷൻ ആകുന്ന ഒരു എനർജിയാണിത്. നിങ്ങളൊരു എന്താണ്, നിങ്ങളുടെ തന്നെ ബോധത്തിലേക്ക് വരുന്ന ഒരു സമയമാണിത്. നിങ്ങളെ പഴയ പാറ്റേണൊക്കെ മാറ്റിക്കളഞ്ഞ് പുതിയ ഒരു ന്യൂ വിഷൻ, അതൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ തേർഡ് ഐ ഓപ്പൺ ആകുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വരാം. നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക. പിന്നെ ഇത് മൊറാലിറ്റിയാണ്. ഇത് നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് എന്താണ്, ഇങ്ങനെ ചെയ്യാവോ, അതങ്ങനെ ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ച് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് കാണുന്നത്. ഇത് നിങ്ങളെ ആവശ്യമില്ലാതെ നിങ്ങളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ കണ്ടീഷനിങ് ആയിരിക്കാം, നിങ്ങളെ വളർത്തിയ ആ ഒരു സാഹചര്യമായിരിക്കാം, സൊസൈറ്റിയുടെ കണ്ടീഷനിങ് ആയിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വളർന്നതുപോലെയോ ജീവിച്ചതുപോലെയുള്ള സാഹചര്യത്തിലല്ല ഇപ്പൊ നമ്മളുള്ളത്. നമ്മളുടെ സാഹചര്യം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ആറ്റിറ്റ്യൂഡും വിഷനും ഒക്കെ മാറ്റേണ്ടിയിരിക്കുന്നു. അത് മനസ്സിലാക്കണം കേട്ടാ. അപ്പോൾ പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്ന് ചിന്തിക്കാതിരിക്കുക. പണ്ടത്തെ കാലഘട്ടമല്ല ഇപ്പോ, പണ്ടത്തെ സാഹചര്യമല്ല ഇപ്പോ. പണ്ട് നമ്മള് നടന്നു പോയിരുന്ന സ്ഥലത്ത് നമ്മൾ ഇപ്പൊ പോണത് ടൂ വീലറിലായിരിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്ത് പോലും നമ്മൾ പണ്ട് എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്, പെട്ടെന്ന് നടന്നു പോയിട്ട് വരുന്ന സ്ഥലത്ത് പോലും, തൊട്ടടുത്ത വീട്ടിൽ പോലും ഇപ്പൊ നമ്മൾ ടൂ വീലർ എടുത്തിട്ടാണ് പോണത്. മാക്സിമം നമ്മൾ നടത്തേക്ക് ഒഴിവാക്കി കളഞ്ഞു എന്നേ. പണ്ട് ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റൂലായിരുന്നു. അപ്പോൾ അതുപോലെ പണ്ട് ചെയ്തിരുന്നത് ഇപ്പൊ ചെയ്യണമെന്ന് ചിന്തിക്കാതിരിക്കുക. നമ്മുടെ കാലഘട്ടം മാറിയത് നമ്മൾ മനസ്സിലാക്കുക.
കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക, മനസ്സിലാക്കുക. ഇതില് ശരിക്കും നിങ്ങളൊരു ഒരു മാസ്ക് ഒക്കെ വെച്ചിരിപ്പുണ്ട് ഇവിടെ, കണ്ണ് കെട്ടിയിരിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, ഞാൻ അങ്ങനെ അങ്ങനെ ഇല്ലായിരിക്കാം. നമ്മൾ ആ മാസ്ക് ഒക്കെ മാറ്റി, നമ്മൾ മാസ്ക് മാറ്റിയാൽ മാത്രമേ മുന്നിൽ എന്താണ് ഇപ്പൊ കറണ്ട് സിറ്റുവേഷൻ നമുക്ക് അറിയണമെങ്കിൽ നമ്മളുടെ മാസ്ക് മാറ്റണം. അപ്പൊ അങ്ങനെ നമ്മളുടെ മാസ്ക് മാറ്റി നമ്മൾ കണ്ണ് തുറന്ന് നോക്കേണ്ട ഒരു സമയമാണ് ഇതെന്നാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നത് ഫ്ലവറിങ് ആണ്. ഇത് ധാരാളം സൗഭാഗ്യവും സമ്പത്ത് സമൃദ്ധിയൊക്കെ നിങ്ങളിലേക്ക് ഫ്ലവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ധാരാളം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ അബണ്ടൻസ് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കി നിങ്ങളുടെ നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതൊരു ഫെമിനൈൻ എനർജിയാണ്, അതൊരു ക്രിയേറ്റീവ് എനർജിയാണ്. അപ്പോൾ സൃഷ്ടിയുടെ എനർജിയാണത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫെമിനൈൻ എനർജി വർക്കൺ ചെയ്യുന്ന ഒരു സമയമാണ് അത്. അതൊരു ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, എനിക്ക് അതിനുള്ള കഴിവുകളുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുക കേട്ടോ. ഇത് മാനിഫെസ്റ്റേഷൻ്റെയും കൂടെ ഒരു എനർജിയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം നടക്കും, അതുകൂടി മനസ്സിലാക്കുക. പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ഗൈഡൻസ് ആണ്. ഇതിൽ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സൽ സൈൻ കിട്ടുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ട്, പിന്നെ സിങ്ക്രണോസിറ്റീസ് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ എപ്പോഴും ഈ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം. അത് യൂണിവേഴ്സും നിങ്ങളുടെ തോട്ട്സും ഒരു അലൈൻമെന്റിൽ എത്തുമ്പോഴാണ് അങ്ങനെ അത് കാണുന്നത്. ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നു, നിങ്ങൾ ബട്ടർഫ്ലൈസിനെ കാണുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ റാൻഡമായിട്ട് നിങ്ങൾക്കത് കാണുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു ദിവസം തന്നെ ചിലപ്പോൾ കുറേ തവണ ഈ നമ്പേഴ്സൊക്കെ കാണുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക എന്നാണ് കാണുന്നത്. പിന്നെ ബോട്ടം എനർജിയാണ് കണ്ടീഷനിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഇതില് നിങ്ങളുടെ ട്രോമാസ്, നിങ്ങളുടെ വിശ്വാസങ്ങൾ, പാസ്റ്റിൽ നിങ്ങൾ വിചാരിച്ചിരുന്ന കുറേ കാര്യങ്ങൾ, ഫാമിലി നിങ്ങളെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരുന്നത്, അതാണ് മൊറാലിറ്റി. ഈ സമൂഹവും നമ്മളുടെ കുടുംബവും ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്ഥലവും ഒക്കെ നമ്മളെ ഇങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആകാവൂ, ഇങ്ങനെ ചെയ്യാവൂ, ഇത് മാത്രമാണ് നല്ലത്. അങ്ങനെ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക. കാരണം നമ്മളെപ്പോഴും നമ്മളെ ലിമിറ്റേഷൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. ഇത് ഇത്രേ പറ്റുള്ളൂ, ഇത് നമുക്ക് ഇത്ര ബുദ്ധിയേ ഉള്ളൂ, നമുക്ക് ഇത്ര കഴിവേ ഉള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ജീവിക്കാവൂ. അത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മളുടെ ഫാമിലിയാണ്. ഫാമിലി ഇങ്ങനെ അച്ഛനും അമ്മയും ഒക്കെ നമ്മളുടെ കുടുംബവും എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്രയും ഇങ്ങനെ ചെയ്യാവൂ, അതിലപ്പുറം ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം ആ ഒരു കാര്യം നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ഇപ്പോഴും ഉണ്ട്. ലിമിറ്റേഷൻ മാത്രമാണ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ കാണുന്നത് ഒരു ലയനും ഒരു ആടുമാണ്. അപ്പോൾ ഇതിൽ ഇപ്പം ലയനായിട്ട് ജനിച്ചാലും നമ്മൾ ആടായിട്ട് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രശ്നം. നമ്മളത് മനസ്സിലാക്കുന്നുമില്ല. നമ്മളുടെ കഴിവുകൾ എത്രയാണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എത്ര സ്ട്രോങ് ആണ് നമ്മളെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ കഴിവ് നമുക്ക് മാത്രമേ അറിയാവൂ. പക്ഷെ പുറത്ത് മുഴുവൻ ഉള്ള ആൾക്കാർ നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യാവൂ, ഇങ്ങനെ ചെയ്യാവൂ എന്ന്. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ തന്നെ ഉയർത്തെഴുന്നേറ്റേ പറ്റുള്ളൂ. വേറെ ആരും നിങ്ങളെ സഹായിക്കുന്നോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നോ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സാധിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങളത് ഒന്ന് സടകുടഞ്ഞ് എണീക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. അടുത്ത് എൽക്കാൻ്റെ ആഷാണ് വന്നിട്ടുള്ളത്. സ്ട്രെങ്ത് ആണ്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾ വളരെ
ശക്തിയുള്ളൊരു സോളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മറ്റുള്ളവരാൽ ഭരിക്കപ്പെടേണ്ട ആൾക്കാരല്ല. നിങ്ങൾ മറ്റുള്ളവരെ ഭരിക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ്. അത് ഭരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾ വളരെ കാമായിട്ട് ഇരിക്കുന്ന ഒരു എനർജി കൂടിയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ പവർ കാമായിട്ട് തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ റാം ആൻഡ് ഡാലിയാണ് വന്നിട്ടുള്ളത്, ഡിറ്റർമിനേഷനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എത്ര തടസ്സങ്ങൾ വന്നാലും നിങ്ങൾ പുറകോട്ട് പോകരുത്. തടസ്സങ്ങൾ ഒരുപാടുണ്ടാവും, തടസ്സങ്ങളെ കാണുള്ളൂ. എല്ലാത്തിനും തടസ്സമായിരിക്കും, പക്ഷെ ആ തടസ്സങ്ങൾ ഓവർകം ചെയ്ത് മുന്നിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. അത് മനസ്സിലാക്കുക. നിങ്ങൾ പിന്നെ മാത്രമല്ല, കുറേ ആൾക്കാരാണെങ്കിൽ ഇലൂഷനിൽ ജീവിക്കും. എന്തും റിയാലിറ്റി മനസ്സിലാക്കാതെ എസ്കേപ്പ് ചെയ്ത് ഓടിക്കളയുന്ന ആൾക്കാരുടെ ഒരു എനർജിയും കൂടെ ഉണ്ട്. അത് ശരിയല്ല എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഫോളോ ചെയ്യുക. പിന്നെ ഇത് കെയ്മൻ ആൻഡ് പോപ്പിയാണ്. നിങ്ങളുടെ ഇത് ഡ്രീംസ് ആണ്. നിങ്ങളെ ഡ്രീംസിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ നിങ്ങൾക്ക് വരുന്ന മെസ്സേജസ് കൂടുതലും ഡ്രീംസിലൂടെ ആയിരിക്കാം. നല്ലതും ചീത്തയുമായിട്ടുള്ള ഡ്രീംസ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഡ്രീംസ് ശരിക്കും ഫോളോ ചെയ്യണം എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഡ്രീംസ് ഫോളോ ചെയ്യണം. പിന്നെ തടസ്സങ്ങൾ വന്നാലും നിങ്ങളൊന്നും അത് തടസ്സങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്, ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ മെനിയാന്ന് രവി എന്ന് പേരുള്ള ഒരാളൊന്ന് മെൻഷൻ ചെയ്തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ആളിന് ഈ ഒരു റീഡിങ് വളരെ യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ മെനിയാന്ന് മറന്നു പോയിട്ടാ. ഞാൻ ഈ റീഡിങ് എടുക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഓർക്കൂല, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതൊന്ന് ഞാൻ ഓർത്തിരുന്നു. അങ്ങനെ താങ്ക് യു. അപ്പോൾ സാറിന് നന്ദി. ഇത് ഫോളോ ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് നന്ദി. അപ്പോൾ താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.